പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. അനീതിയും അധർമ്മവും കള്ളസാക്ഷ്യവും അതിരുതീർത്ത ഒരു വിചാരണ മുറിയിൽ ഒറ്റയ്ക്കൊരാൾ, ക്രിസ്തു. പിന്നെ ഈ മണ്ണിൽ നിന്നല്ലായിരുന്നു പിറവി എന്നതിനാൽ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ നെടുങ്കൈയും കുറുകയും കെട്ടിയ കമ്പിൽ അവസാന ശ്വാസം. ഒടുവിൽ കല്ലറ പിളർന്ന് ഉയർന്ന വെൺകൊടിയ അടയാളം. ഇത്രയുമായാൽ ഉത്ഥാനമായോ? ഉയർത്തെഴുന്നേറ്റത് ക്രിസ്തു മാത്രമാണോ? അവനോടൊപ്പം ഉത്ഥിതനായതോ എന്തൊക്കെ? അഥവാ എന്നിൽ ഞാൻ ഉയർപ്പിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഉത്ഥാനം ആദ്യം ഓർമ്മിപ്പിക്കുന്നത് ആ കല്ലറ തന്നെയാണ്. തോട്ടത്തിൽ ഒരു കല്ലറ, മനോഹരമായ എന്നാൽ അത്ര പരിചിതമല്ലാത്ത ഒരു കല്ലറ തന്നെയാണത്. തോട്ടമെന്നാൽ ഒരാളുടെ ആഹ്ലാദങ്ങളുടെ ആരവം അവസാനിക്കാത്ത ഇടം എന്ന് തന്നെയാണ് അതിനർത്ഥം. ജീവിതത്തിൻ്റെ ആഹ്ലാദ തിമിർപ്പുകൾക്കിടയിൽ ഒരു കല്ലറ ഒളിപ്പിക്കുന്ന ജോസഫ് അനശ്വരതയുടെ ആകാശത്തെ അറിയാതെ അടയാളപ്പെടുത്തുകയായിരുന്നു. ഈ ലോകവും അതിലെ നേട്ടങ്ങളും കടന്നു പോകും എന്ന ചിന്ത എപ്പോഴും ആത്മാവിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് അത്തരം അടയാളങ്ങളെ തോട്ട നിർമ്മാണ വേളയിൽ തന്നെ ഉറപ്പുവരുത്താനാകൂ. ഏഴ് പിശാചുക്കളെ പുറത്താക്കി എന്ന് വചനം പറയുന്ന ഒരു സ്ത്രീ, നീ എന്തിനാണ് കരയുന്നത്? എത്ര അലിവോടെയാണ് അവളോട് ഈശോ ചോദിക്കുന്നത്. അവൾക്ക് നഷ്ടപ്പെട്ടത് നിസ്സാരമായിരുന്നില്ല. അതുകൊണ്ടാണ് അവളുടെ കണ്ണീർ പ്രവാഹം നിലയ്ക്കാതിരുന്നത്. ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടതാണ് അവളെ കരയിച്ചത്. നാം എന്തിനു വേണ്ടി കരയണം എന്നതിനെ നന്നായി അടയാളപ്പെടുത്തുന്നുണ്ട് ഈ ഈസ്റ്റർ. ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതുമൂലം കണ്ണീർ വാർക്കാൻ, അവനെ തേടാൻ, അവന് വേണ്ടി കാത്തു നിൽക്കാൻ ഞാൻ ഒരുക്കമാണോ? അതോ നഷ്ടപ്പെട്ടുവെന്ന ചിന്ത പോലും ഇല്ലാതെ ലോകസുഖങ്ങളുടെയും സ്വന്തം സുഖങ്ങളുടെയും പിന്നാലെ പരക്കം പായുന്നവരാണോ നമ്മൾ? ഒടുവിൽ അതാ ഒരു പ്രാതൽ. ചിതറിയോടിയവർ വീണ്ടും ഒരുമിച്ചത് അവൻ്റെ വിചാരങ്ങളിലേക്ക് മടങ്ങിയെത്താനായിരുന്നില്ല. എപ്പോഴോ കൈവിട്ടുകളഞ്ഞ ആ പഴയ വള്ളവും വലയും അവരെ തിരികെ വിളിച്ചു. തിബേരിയൂസ് തീരത്തെ പ്രാതൽ വ്യത്യസ്തമായത് പിന്നെയും ചില കാരണങ്ങളാലാണ്. അവൻ മുറിച്ച അപ്പവും മീനും അവർ കഴിച്ചത് കുനിഞ്ഞിരുന്നു കൊണ്ടായിരുന്നില്ല. ഇനി ആരും കുനിയാതിരിക്കാൻ കുരിശിന് കീഴിൽ അവൻ സ്വയം തല കുനിച്ചതിനെ ആയിരുന്നല്ലോ ചരിത്രം കാൽവരി എന്ന് തിരിച്ചറിഞ്ഞത്. ഈസ്റ്റർ എന്നാൽ എന്നാണ് അർത്ഥം. ഏറ്റവും വിപരീതമായ സാഹചര്യങ്ങളിൽ പോലും എന്നിലെ ഏറ്റവും നല്ലതിനെ ഞാൻ ഉയർപ്പിക്കുമ്പോൾ ഞാൻ ഉയർക്കുന്നു ഉത്ഥിതനോടൊപ്പം. ഏറ്റവും വിപരീത സാഹചര്യങ്ങളിൽ പോലും എന്നിലെ നല്ലതിനെ മാത്രം ഉയർപ്പിക്കുക, അതായിരിക്കട്ടെ നമ്മുടെ ശ്രദ്ധ. എല്ലാം അവസാനിച്ചു, ഇനി വിശ്രമം.
പടയാളികൾ കരുതി ഈശോയ്ക്ക് സ്വന്തമായ ഒരിടം തലചായ്ക്കാനില്ലായിരുന്നല്ലോ. ഒരു സുഹൃത്തിൻ്റെ സന്മനസ്സാണ് അവനെ സഹായിച്ചത്. വലിയ കല്ലുരുട്ടി വെച്ച് ഭദ്രമാക്കിയ കല്ലറ, ശക്തമായ കാവലും, അങ്ങയുടെ മൃതശരീരം പോലും അവർക്ക് ഭയത്തിന് കാരണമായിരിക്കുന്നുവല്ലോ. നാഥ, ആ കല്ലറയിൽ എല്ലാം അവസാനിച്ചെന്ന് അവർ കരുതി. ആ കല്ലറ അങ്ങയുടെ പരാജയത്തിൻ്റെ പര്യായമായി ലോകം കരുതി. നിത്യജീവൻ വാഗ്ദാനം ചെയ്തവൻ കല്ലറയിൽ അവസാനിക്കുകയോ, ലോകത്തിൻ്റെ പ്രകാശമെന്ന് അവകാശപ്പെട്ടവൻ കല്ലറയുടെ അന്ധകാരത്തിൽ ഇല്ലാതാവുകയോ ഒരിക്കലുമില്ല. മൂന്നാം ദിവസം ശൂന്യമായ കല്ലറ ഭൂമിയുടെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവാണ്. തിന്മയെ ജയിച്ച നന്മയുടെ പ്രതീകം, അനീതിക്കെതിരെ നീതി നേടിയെടുത്ത വിജയത്തിൻ്റെ പ്രതീകം, അന്ധകാരം തുടച്ചു നീക്കിയ പ്രകാശത്തിൻ്റെ പ്രതീകം. ആ കല്ലറ മൂടാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇവിടെ സത്യമേ ജയിക്കൂ, സ്നേഹമേ നിലനിൽക്കൂ എന്നാണ് ലോകത്തോട് ആ കല്ലറ എന്നും വിളിച്ചു പറയുന്നത്. യേശുവിൻ്റെ പീഡാനുഭവങ്ങളിൽ നിന്ന് ശിഷ്യന്മാർ ഓടി ഒളിക്കുമ്പോൾ മരണത്തിനും അപ്പുറം ഉത്ഥാനം കണ്ട് രഹസ്യ ശിഷ്യന്മാരും ശിഷ്യകളും രംഗപ്രവേശനം ചെയ്തു. കുരിശിൻ്റെ മുൻപിൽ പതറാത്ത ശിഷ്യൻ തൻ്റെ ഗുരുവിന് വേണ്ടി കല്ലറയൊരുക്കുന്നു. നീ ഇന്നും ക്രിസ്തുവിൻ്റെ രഹസ്യ ശിഷ്യൻ മാത്രമാണോ എന്ന് ചിന്തിച്ചു നോക്കുക. യുഗാന്തം വരെ ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നതാണ് ക്രിസ്തുവിൻ്റെ അന്ത്യവാഗ്ദാനം. ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയും അതുതന്നെയാണ്. അവൻ എപ്പോഴും കൂടെയുണ്ടല്ലോ. സമ്പത്തിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും രോഗത്തിലും മരണത്തിലും എല്ലാം ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് എന്ന പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം. യാത്ര ചൊല്ലിപ്പോകുന്ന ഏതൊരാൾക്കും പറയാവുന്ന ഏറ്റവും സുന്ദരമായ ആശംസയാണിത്. ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ക്രിസ്തു ഉയർത്തതിന് ശേഷം സ്വർഗാരോഹണത്തിന് മുൻപ് പറയുന്ന വാക്കുകളും ഇതിന് സമാനമാണ്. ഉയർപ്പ് നൽകുന്ന ഏറ്റവും ആശ്വാസം ക്രിസ്തു അവസാനമായി യാത്രാമൊഴി പോലെ നൽകുന്ന ആ ഉറപ്പാണ്. മത്തായിയുടെ സുവിശേഷം അവസാനത്തെ അധ്യായം, ഉയർത്ത് സ്വർഗത്തിലേക്ക് പോകുന്നവൻ ഭൂമിയിൽ അവശേഷിക്കുന്നവരോട് പറയുകയാണ്, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുവചനം. നിങ്ങൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല, നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, നിങ്ങൾക്ക് മാനസിക സംഘർഷങ്ങൾ വരില്ല എന്നൊന്നുമല്ല അവൻ നൽകുന്ന വാഗ്ദാനം. ശാരീരികമോ മാനസികമോ ബൗദ്ധികവുമായ വളർച്ചയോ സുസ്ഥിതിയോ ഔന്നത്യമോ അല്ല ഭൂമിയിൽ നിന്ന് യാത്രയാകുന്ന വേളയിൽ എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ കൂടെ കൂടിയവർക്ക് ഈശോ നൽകുന്നത്. എപ്പോഴും താൻ കൂടെയുണ്ടായിരിക്കുമെന്ന ഉറപ്പാണ് അവിടുന്ന് നൽകുന്ന വാഗ്ദാനം. ഉദ്ധിതൻ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ് ഇത്, അവൻ്റെ സാന്നിധ്യം. തൻ്റെ കൂടെ ആയിരിക്കാനാണ് ഈശോ ശിഷ്യരെ വിളിക്കുന്നത്. പീഡാനുഭവത്തിൻ്റെ വേളയിലും കുരിശുമരണത്തിൻ്റെ സമയത്തുമൊന്നും കൂടെയായിരിക്കുവാൻ വിളിച്ചവർ ആയിരുന്നില്ല. അതുകൊണ്ടാവണം ഉയർപ്പിന് ശേഷം ക്രിസ്തു പറയുന്നത്, ഇനി യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ശിഷ്യർക്കോ തൻ്റെ കൂടെ എപ്പോഴും ആയിരിക്കാൻ പറ്റുന്നില്ല. എങ്കിൽ പിന്നെ താൻ എപ്പോഴും അവരുടെ കൂടെ ആയിരിക്കാം എന്ന ചിന്തയിൽ നിന്ന് ആയിരിക്കാം ഈ വാക്കുകൾ ഉരുവിട്ടത്. എപ്പോഴും കൂടെയായിരിക്കുക എന്നതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭാവം. ഉദ്ധിതൻ നൽകുന്ന ഉറപ്പും അതാണ്, എപ്പോഴും കൂടെയുണ്ടാകുക, അതും നമ്മുടെ ഈ ഭൂമിയിലെ യുഗം അവസാനിക്കുന്നിടം വരെ. ഉയർപ്പിൻ്റെ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ അതേ മനോഭാവമായിരിക്കണം നമുക്കും ഉണ്ടാകേണ്ടത്. എപ്പോഴും കൂടെയായിരിക്കുക എന്നത് സത്യത്തിൽ അപകടം പിടിച്ച ഏർപ്പാടാണ്.
മറ്റുള്ളവരുടെ സന്തോഷത്തിൻ്റെ കാലത്ത് കൂടെയായിരിക്കാൻ എളുപ്പമാണ്. എന്നാൽ അവരുടെ കഷ്ടതയുടെ കാലത്തോ നമുക്ക് വിഷമകരം ആണത്. പക്ഷേ ക്രിസ്തുവിന് അങ്ങനെയല്ല. അവൻ എപ്പോഴും കൂടെയായിരിക്കുന്നവൻ ആണ്. ഭൂമിയിൽ ജീവിച്ച കാലത്ത് തന്നെ മനുഷ്യരുടെ സങ്കടങ്ങളുടെ കൂടെ എപ്പോഴും ആയിരുന്നവൻ. കാനായിലെ വീഞ്ഞു തീർന്ന വീട്ടുകാരുടെ കൂടെ, കാഴ്ചയില്ലാത്തവരുടെ കൂടെ, രോഗബാധിതരുടെ കൂടെ, ചെവി കേൾക്കാൻ പറ്റാത്തവരുടെ കൂടെ അവനുണ്ടായിരുന്നു. യുഗാന്തം വരെ ഇനി എന്നും കൂടെ കാണും എന്ന് പറഞ്ഞ ഈ വാഗ്ദാനം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ദർശിക്കാം. 3 വർഷം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവൻ ഇനി യുഗാന്തം വരെ ഉണ്ടായിരിക്കും എന്നതിനേക്കാൾ വലിയ സന്തോഷ വാർത്ത ശിഷ്യർക്ക് ഉണ്ടാകാനില്ല. നമുക്കും അപകട സാഹചര്യത്തിൽ നമ്മൾ ആലംബമില്ലാതെ വിഷമിക്കുമ്പോൾ പേടിക്കേണ്ട, ഞാനില്ലേ എപ്പോഴും കൂടെ എന്ന വാക്യവുമായി ഒരാത്മാർത്ഥ സുഹൃത്ത് സമീപിക്കുന്നതിനേക്കാൾ വലിയ ആശ്വാസം എന്താണുള്ളത്? എന്നാൽ അതിനേക്കാൾ വലിയ ആശ്വാസമാണ് ക്രിസ്തുവിൻ്റെ അന്ത്യവാഗ്ദാനം നമ്മിലൊക്കെ ഉണർത്തേണ്ടത്. ഉയർത്ത ഈശോ നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് എന്ന ഉറപ്പിൽ നമുക്ക് ജീവിതം തുടരാം. ഉയിർപ്പിൻ്റെ ജീവിതം നയിക്കുന്ന നമുക്ക് സഹോദരങ്ങളുടെ കൂടെയും എപ്പോഴും ഉണ്ടാകാം. അവരുടെ സന്തോഷത്തിൻ്റെ, സങ്കടങ്ങളുടെ, ദുരിതങ്ങളുടെ, രോഗങ്ങളുടെ സമയത്ത് കൂടെയുണ്ടാകാം. അപ്പോഴാണ് അവർക്ക് നമ്മളെ കൂടുതൽ ആവശ്യം. നമ്മുടെ യുഗത്തിൻ്റെ അവസാനം വരെ, മരണം വരെ നമുക്ക് അവർക്കൊപ്പമായിരിക്കാം. കാരണം നമ്മുടെ യുഗത്തിൻ്റെ അവസാനം വരെ അവൻ നമ്മോട് കൂടെ ഉണ്ടല്ലോ. താഴമേശയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കാരുണ്യമേ, താഴമേശയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കാരുണ്യമേ, കാൽവരി മലയുടെ വിരിമാറിൽ അലയടിച്ചുയരുന്ന കാരുണ്യമേ, കഴുകണമേ എന്നെ, കരുതണമേ, കരം പിടിച്ചെന്നെ നടത്തേണമേ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. താഴമേശയിൽ നിന്നും അപ്പമായി തീരുന്ന കാരുണ്യമേ, അന്ത്യത്തോളം കൂടെ വസിക്കാൻ ഭോജ്യമായി മാറുന്ന കാരുണ്യമേ, നിറയണമേ എന്നിൽ, അലിയണമേ, അങ്ങേതായി മാറ്റണേ ഈശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ.
ബലിവസ്തുവോടൊപ്പം ബലിയായി തീരുവാൻ ബലമേകിടേണേ തമ്പുരാനേ. ജീവിതയാത്രയിൽ തിരുപ്പാതേയമായി രക്തശരീരങ്ങൾ ബലമാകട്ടെ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഞങ്ങളുടെ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ അച്ചാരമായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ല കർത്താവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് യോഗ്യതയൊന്നുമില്ല എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവെ, അവിടുത്തെ യോഗ്യത മാത്രമാണ് ഞങ്ങൾക്കുള്ള ഏക ആശ്വാസവും ശരണവും. മരണത്തെ ജയിച്ച് ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ച നല്ല കർത്താവെ, ഈ ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങൾ മിശിഹായോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ മിശിഹ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് വസിക്കുന്ന ഇടമായ ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൗമിക കാര്യങ്ങളിലല്ല, ഉന്നതങ്ങളിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പതിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മരിച്ചിരിക്കുന്നു, നിങ്ങളുടെ ജീവനോ മിശിഹായോട് കൂടെ ദൈവത്തിൽ നിഗൂഢമായിരിക്കുന്നു. നമ്മുടെ ജീവനായ മിശിഹ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളും അവിടുത്തെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. കൊളോസോസ് 3:1-4 വരെയുള്ള തിരുവചനങ്ങൾ. ഓ സ്നേഹമുള്ള കർത്താവേ, ഞങ്ങൾക്ക് എത്രയും പ്രതീക്ഷ നൽകുന്ന തിരുവചനങ്ങളാണല്ലോ ഇവ. യുഗാന്തം വരെ അങ്ങ് കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പ്. സർവശക്തൻ ഞങ്ങളുടെ ഒപ്പമുണ്ട് എന്നുള്ള ഉറപ്പ് എല്ലാ ഭയങ്ങളെയും ഉത്കണ്ഠകളെയും വേവലാതികളെയും ആവലാതികളെയും ഒക്കെ ദൂരീകരിക്കാൻ പര്യാപ്തമാണ്. ഈശോ മിശിഹായിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവിടുത്തെ മരണത്തിലും ജ്ഞാനസ്നാനം സ്വീകരിച്ചെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവിടുത്തെ മരണത്തിലുള്ള ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം അവിടുത്തെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്കും പ്രവേശിക്കും എന്നുള്ള ആ ഉറപ്പ്, അത് എത്രയേറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഈശോയെ, കുരിശിൻ്റെ വഴി അത് സമാപിക്കുന്നത് കാൽവരിയിലല്ല, മുദ്രവെച്ച കല്ലറയിലുമല്ല, ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ. ലോകജീവിതത്തിൻ്റെ വഴിയും കാൽവരി കയറി മഹത്വത്തിലേക്ക് എത്തണമെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. മരണത്തെ ജയിച്ച ദിവ്യനാഥ, അങ്ങയുടെ ഉത്ഥാനം എൻ്റെ ജീവൻ്റെ അച്ചാരമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങയുടെ കല്ലറ പൊട്ടിപ്പിളർന്നപ്പോൾ അങ്ങ് എനിക്ക് വേണ്ടി സ്വർഗം തുറക്കുകയായിരുന്നല്ലോ. പാപപങ്കിലമായ എൻ്റെ ജീവിതത്തെ എന്നും അങ്ങയോടുകൂടി ക്രൂശിലേറ്റുവാനും അങ്ങയുടെ പ്രസാദപരത്തിലൂടെ പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് എന്നും കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനും ഞാൻ എന്നെ തന്നെ ഒരുക്കേണ്ടിയിരിക്കുന്നു. അങ്ങയുടെ ഉത്ഥാനത്തിൻ്റെ ശക്തിയും സമാധാനവും കൊണ്ട് എൻ്റെ ജീവിതത്തെ അങ്ങ് സമ്പന്നമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ ഈശോയെ, സാബത്ത് കഴിഞ്ഞു വരുന്ന ദിവസം അതിരാവിലെ മഗ്ദലന മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും യേശുവിനെ അടക്കം ചെയ്തിരുന്ന കല്ലറ സന്ദർശിക്കാൻ പോയി. തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. പെട്ടെന്നൊരു ഭൂകമ്പം അവരാകെ പേടിച്ച് വിറച്ചുപോയി. എങ്കിലും യാത്ര മുടക്കാതെ അവർ കല്ലറയുടെ പക്കൽ എത്തിച്ചേർന്നു. കല്ലറ മൂടിയിരുന്ന കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നത് കണ്ടു. കർത്താവിൻ്റെ മാലാഖ ആ കല്ലിന്മേൽ ഇരിക്കുന്നു.
അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെയും ധരിച്ചിരുന്ന വസ്ത്രം മഞ്ഞു പോലെയുമായിരുന്നു. ദൂതൻ സ്ത്രീകളോട് സംസാരിച്ചു, നിങ്ങൾ ഭയപ്പെടരുത്. ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. അവൻ പ്രവചിച്ചതനുസരിച്ച് ഉയർത്തു. അവൻ ശയിച്ചിരുന്ന സ്ഥലം നിങ്ങൾ വന്ന് കാണുവിൻ. നിങ്ങൾ ഉടനെ ശിഷ്യന്മാരുടെ പക്കൽ പോകണം. നിങ്ങൾ കണ്ടതും കേട്ടതും അവരെ അറിയിക്കണം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്നും അവനെ ഗലീലയിൽ വെച്ച് അവർക്ക് കാണാമെന്നും പറയുക. അതുപ്രകാരം അവർ ഭയത്തോടും അതേസമയം ആനന്ദത്തോടും കൂടി ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഓടി. ഭൂകമ്പങ്ങളോ അന്ധകാരങ്ങളോ ഇരുട്ടോ ഒന്നും ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്നും ആ സ്ത്രീകളെ തടഞ്ഞില്ല. അതൊന്നും അവർക്കൊരു പ്രതിബന്ധമായിരുന്നില്ല. ഈശോയോടൊപ്പമുള്ള യാത്രയിൽ പ്രതിബന്ധങ്ങൾ പലതും കടന്നുകൂടാമെന്നും ഈ പ്രതിബന്ധങ്ങളൊന്നും നമ്മെ തളർത്തിക്കളയരുത്. കാരണം യുഗാന്തം വരെ കൂടെയുണ്ടാകും എന്ന് പറഞ്ഞവൻ കൂടെയുണ്ട് എന്ന ചിന്തയിൽ മുന്നേറാനുമുള്ള കരുത്തും ശക്തിയുമൊക്കെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ദിവ്യേശുവേ, ഞാനും ഒരു ദിവസം അങ്ങയുടെ ഉയർപ്പിൻ്റെ മഹിമയിൽ പങ്കുചേർന്ന് സത്യസനാതന ഭാഗ്യം അനുഭവിക്കുമെന്ന് ദൃഢമായി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അമ്മേ, എന്നെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കുവാൻ യേശുവിനോട് പ്രാർത്ഥിക്കണമേ. മഗ്ദലന മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി അവിടെ ഒരാൾ നിൽക്കുന്നത് കണ്ടു. അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. തോട്ടക്കാരനായിരിക്കാം എന്ന് അവൾ ഊഹിച്ചു. നീ എന്തിനാണ് കരയുന്നതെന്ന് അയാൾ ചോദിച്ചു. അവൾ തൻ്റെ ഹൃദയത്തിൻ്റെ സങ്കടം അടക്കി പിടിച്ചു പറഞ്ഞു, നീയാണോ അവനെ എടുത്തുകൊണ്ട് പോയത്? അവനെ എവിടെ ഒളിച്ചു വെച്ചുവെന്ന് എന്നോട് പറയില്ലേ? അപരിചിതൻ അവളെ മറിയമെന്ന് വിളിച്ചു. അവൾ അപരിചിതനിൽ യേശുവിനെ തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ മതിമറന്ന് അവിടുത്തെ കാൽക്കൽ വീണ് കെട്ടിപ്പിടിച്ചു. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. എന്നെ കണ്ട വിവരം എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അറിയിക്കുക. ജീവിതയാത്രയിൽ പലപ്പോഴും യേശുവിനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ നമുക്കും ഉണ്ടാകാം. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മല പോലെ ഉയർന്നു നിൽക്കുന്ന തടസ്സങ്ങളെയും ഒക്കെ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പിന്നിലുള്ള ദൈവതൃക്കരം കാണുവാൻ, ദൈവത്തെ കാണുവാൻ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്ത യേശുവേ, ഞങ്ങൾ അങ്ങയുടെ തിരുമുഖ ദർശനത്തിനായി ദാഹിക്കുകയാണ്. അങ്ങയോടുള്ള സ്നേഹാതിരേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സർവസ്വമായിരിക്കണമേ എന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ശിഷ്യന്മാരുടെ അവസ്ഥ, യഹൂദരെ ഭയന്ന് മുറിയിൽ കയറി കതകടച്ചിരിക്കുന്ന സമയമായിരുന്നു. യേശു അവരുടെ മധ്യേ പെട്ടെന്ന് വന്നു നിന്നു. അവരെ നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ചു. എന്നിട്ട് തൻ്റെ കരങ്ങളും പാർശ്വവും അവരെ കാണിച്ചു കൊടുത്തു. അവരിൽ നിന്ന് സംശയവും ഭയവും അകറ്റി. അവർ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിച്ചു. ഭയവും ആകുലതയും ഉത്കണ്ഠയും ഒക്കെ അകറ്റുന്നതിനായി പലപ്പോഴും അവൻ കടന്നു വരാറുണ്ട്. പക്ഷേ അവൻ്റെ സാന്നിധ്യം പോലും തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു. കാരണം നാം നെട്ടോട്ടത്തിലാണ്. എവിടെ ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ച്, സമാധാനം കിട്ടുമെന്ന് വിചാരിച്ച് വ്യഗ്രതപ്പെട്ട് ഓടി നടക്കുന്നു. ശാന്തതയോടെ അവൻ്റെ കാൽച്ചുവട്ടിലിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ ആശ്വാസവും സമാധാനവും ഉത്കണ്ഠ നിവാരണവും ഒന്നും നമുക്ക് ലഭിക്കാതെയും പോകുന്നു. യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചു. അവിടുന്ന് തുടർന്ന് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും.
യേശു 40 ദിവസത്തേക്ക് അവർക്ക് പല പ്രാവശ്യങ്ങളിലായി സാന്നിധ്യം നൽകി പ്രത്യക്ഷനായിക്കൊണ്ട് അവരോടൊപ്പമായിരുന്നു. തൻ്റെ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നെന്ന് നിരവധി തെളിവുകൾ താൻ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നുവെന്ന് നിരവധി തെളിവുകൾ കൊടുത്തു. യേശുവേ, അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർത്തതുപോലെ ഞങ്ങളും പാപത്തിന് മരിച്ചവരായി അങ്ങയുടെ പുതിയ ജീവിതത്തിൽ നിലനിൽക്കാൻ അനുവദിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ അധിവസിക്കുന്ന പരിശുദ്ധാരൂപിയുടെ ദിവ്യ പ്രേരണകൾ അനുസരിച്ച് ജീവിക്കുന്നതിനുള്ള വിശ്വാസ സ്ഥിരത ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നല്ല കർത്താവേ, അങ്ങയുടെ തിരുസാന്നിധ്യ അനുഭവത്തിൽ നിരന്തരം വ്യാപരിക്കുവാൻ, അങ്ങയോടൊത്ത് ആയിരിക്കുവാൻ, ഒരു നിമിഷം പോലും അങ്ങയെ നഷ്ടപ്പെടുത്താതെ അങ്ങയുടെ കൂടെയായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ശക്തനായവൻ കൂടെയുണ്ട് എന്ന ചിന്തയോടുകൂടി ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും സങ്കീർണതകളെയും അഭിമുഖീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. കൂടെ നടന്ന് ശക്തിപ്പെടുത്തുന്ന, കരം പിടിച്ച് വഴി നടത്തുന്ന അവിടുത്തെ വലിയ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ആയിരുന്നു കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായും ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഒരിക്കലും തനിച്ചാക്കുകയില്ല. കൂടെ നടന്ന് എപ്പോഴും ഞങ്ങളുടെ സംരക്ഷകനായി, സഹായകനായി, മാർഗദർശിയായി, സന്തത സഹചാരിയായി അങ്ങ് കൂടെയുണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞാൻ നിങ്ങളെ തനിയെ വിടുകയില്ല. നിങ്ങളോടൊപ്പമായിരിക്കുവാൻ നിങ്ങൾക്കായി ഒരു സഹായകനെ ഞാൻ അയക്കും. അത് ഈശോയെ, പരിശുദ്ധാത്മാവിനെ അവിടുന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു. ആ ആത്മാവിൻ്റെ നിറവ് കൂദാശകളിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഈ കൂദാശ അനുഭവത്തിൽ, ആത്മാവിൻ്റെ നിറവിൽ, അങ്ങയുടെ സാന്നിധ്യത്തിലുള്ള യാത്രയിൽ ഒക്കെ ആയിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിൻ്റെതായ വ്യഗ്രതകളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഞങ്ങളെ തളർത്തി കളയുമ്പോൾ അതൊന്നുമല്ല ഞങ്ങളുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ് ഈശോയെ, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് അരുളി ചെയ്തുകൊണ്ട് എപ്പോഴും ഞങ്ങളുടെ കൂടെയായിരിക്കുന്ന നല്ല ദൈവമേ, അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരുന്നു കൊണ്ട് എന്നും ഞങ്ങളോട് കൂടെ ആയിരിക്കുവാനായി, ഒരപ്പമായി തീരാൻ മാത്രം, അത്രമാത്രം ശൂന്യവൽക്കരിക്കുവാൻ അവിടുന്ന് തിരുമനസ്സായല്ലോ. ഈശോയെ, ഈ ദിവ്യ കുദാശയുടെ മുൻപിലായിരിക്കുമ്പോൾ അങ്ങയെ ഞങ്ങളുടെ നാഥനും രക്ഷകനും കർത്താവും സർവസ്വവുമായി ഏറ്റുപറയുകയാണ്. ഈശോയെ, അങ്ങയെ കൂടാതുള്ള ഒരു കാര്യവും ഞങ്ങൾക്ക് വേണ്ട. ഈശോയെ, എനിക്ക് അങ്ങ് മാത്രം മതി. അങ്ങയുടെ താല്പര്യങ്ങളാണ് എൻ്റെ താല്പര്യങ്ങൾ, അങ്ങയുടെ ഇഷ്ടങ്ങളാണ് എൻ്റെ ഇഷ്ടങ്ങൾ, അങ്ങയുടെ ഹിതമാണ് എൻ്റെയും താല്പര്യം എന്ന് ഏറ്റുപറയുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ. ഈശോയെ, ഞങ്ങളുടെ ഈ ലോകത്തിലെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഞങ്ങൾ ഇവിടെ വഴിപോക്കർ മാത്രം, യാത്രക്കാർ മാത്രം എന്ന തിരിച്ചറിവിൽ ഞങ്ങളുടെ നിത്യഭവനമായ സ്വർഗത്തെ ലക്ഷ്യമാക്കി സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് സഞ്ചരിക്കുവാൻ, അവിടുത്തെ കരം പിടിച്ച് നടക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയെ ഞങ്ങൾക്ക് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ സംരക്ഷകയായി, സഹായികയായി കൂട്ടിന് തന്നതാണല്ലോ. അമ്മ ഞങ്ങളുടെ കരം പിടിക്കണമേ. അമ്മയോടൊത്ത് നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയമുണ്ടാവുകയില്ലല്ലോ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സ്വർഗത്തിൻ്റെ വഴിയിലൂടെ നടക്കാനായിട്ട് അമ്മ പരിശീലിപ്പിക്കണമേ. സ്വർഗം നോക്കി സഞ്ചരിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ, പഠിപ്പിക്കണമേ. കുരിശിൽ തലചായ്ച്ച് തല കുനിച്ച് മരിച്ചവൻ ഞങ്ങളുടെ തല ആരുടെയും മുൻപിൽ താണുപോകാതെ ഒന്നിൻ്റെയും മുമ്പിൽ ശിരസ്
കുനിച്ചു നിൽക്കാതിരിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി നേടിയെടുത്ത ആ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾ എത്രമാത്രം മഹത്തരമാണെന്നും എത്രമാത്രം ശ്രേഷ്ഠമാണെന്നും അതിന് അവിടുന്ന് നൽകിയ വില അവിടുത്തെ ജീവൻ്റെ വിലയാണ് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയെ ഈ ജീവിതത്തെ ഏറ്റവും ശ്രേഷ്ഠമായി കാണുവാൻ, ഏറ്റവും മഹത്തരമായി കാണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, സഹായിക്കണമേ. ഈ ലോകത്തിൻ്റെതായ യാതൊന്നും അങ്ങയിൽ നിന്നും ഞങ്ങളെ അകറ്റാതിരിക്കട്ടെ. മിശിഹായോടുള്ള സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ ആപത്തോ പട്ടിണിയോ വാളോ എന്ന് പറഞ്ഞ വിശുദ്ധ പൗലോസ്ലീഹായെപ്പോലെ ഈശോയെ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്നും, അങ്ങയോടുള്ള ബന്ധത്തിൽ നിന്നും, അങ്ങയോടുള്ള അടുപ്പത്തിൽ നിന്നും ഈ ലോകത്തിലെ യാതൊന്നും ഞങ്ങളെ അകറ്റാതിരിക്കട്ടെ. മറ്റൊന്നിലേക്കും ഞങ്ങൾ ആകർഷിക്കപ്പെടാതെ കൊണ്ട് ഞങ്ങളുടെ ശ്രദ്ധ മുഴുവനും അങ്ങയുടെ മുഖത്തായിരിക്കുവാൻ, സ്വർഗത്തിൽ ആയിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ, അങ്ങയുടെ കുരിശിനെ നോക്കി യാത്ര ചെയ്യുവാൻ, അങ്ങയുടെ കുരിശിൽ അഭയം ഗമിക്കുവാൻ, ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം അങ്ങേ കുരിശിൻ ചുവട്ടിൽ ഇറക്കി വയ്ക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. പുതു ചൈതന്യത്തോടെ, പുതിയ കാൽവയ്പ്പുകളോടെ, പുതിയ തീരുമാനങ്ങളോടെ അങ്ങയുടെ വഴികളെ അനുഗമിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റവും മഹത്തരമാക്കി തീർക്കുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ഈശോയെ